എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മനോഹരമായ പാലക്കാടൻ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. നല്ലൊരു വ്ളോഗായിരിക്കും ഇത്. ഇതിന് 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഫുൾ വ്ളോഗ് ഇടാനായിട്ട് ഒത്തിരി ലെങ്തി വീഡിയോ ആയി പോവും. ഇപ്പം നമ്മൾ അതേ പാലക്കാട് എത്തിയതിന് ശേഷം രാമശ്ശേരി ഇഡലിയും ചമ്മന്തിപ്പൊടിയും സാമ്പാറും ഒക്കെ കൂടി ഒരു അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ടൂറ് പോയ സമയത്ത് നമ്മുടെ വണ്ടിയിലോട്ട് തന്നെ അവർ കൊണ്ടുതരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ബ്രിട്ടീഷ് ബ്രിഡ്ജ് കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ പറയാതെ തന്നെ അറിയാമല്ലോ, ഭയങ്കര പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഈ പാലക്കാട്. നമ്മളിതായി നടന്ന് ബ്രിട്ടീഷ് ബ്രിഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോയത്. ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജ് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു പാലം തന്നെയാണിത്. ഇതിന് മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആണിത്. വളരെ മനോഹരമായ ഒരു നല്ല കാഴ്ച തന്നെയായിരുന്നു. രാവിലെയാണ് ഞങ്ങളവിടെ എത്തിയത്. 6:30-7 മണിക്ക് നമ്മളവിടെ എത്തിച്ചേർന്നതിന് ശേഷം അവിടുത്തെ ആ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ കുറേ സമയം നമ്മൾ ബ്രിഡ്ജിലൂടെയൊക്കെ നടന്ന് അതിൻ്റെ താഴത്തെ നല്ല മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി നമ്മൾ വീണ്ടും യാത്രയാകുകയാണ്. ഇങ്ങനെ പാലക്കാടിൻ്റെ മനോഹരമായ കാഴ്ചകളും നല്ലൊരു കൂളിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ, രാവിലെ ആയതുകൊണ്ട് തന്നെ. പാലക്കാട് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ വെള്ളരിമേട് എന്നുള്ളൊരു സ്ഥലത്തോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. മനോഹരമായ കുന്നുകളും മലകളും ഒക്കെ അവിടെ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കാടും, ആ കാട്ടിനകത്ത് ഇങ്ങനെ അരുവി ഒഴുകുന്നതാണ് വെള്ളരിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഞങ്ങൾ ആ വെള്ളരിമേട്ടിലെ ആ ഒരു എന്താ പറയുക, കാടിനകത്തുള്ളിലൂടെ ആ ഒരു ഒഴുക്ക് ചാലുകളാണ് നമ്മൾ കാണുന്നത്. നല്ല രസമാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് അതുള്ളത്. കുറച്ച് മഴ പെയ്യുന്നൊരു ചെറിയ സ്ഥലം കൂടിയായിരുന്നു. ഇതുകൊണ്ടാണ് എല്ലാവരും പുറത്തിട്ട് നിൽക്കുന്നത്. ഇതിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കയറി എല്ലാവരും ആ വെള്ളച്ചാട്ടം നന്നായിട്ട് ആസ്വദിച്ച് എല്ലാവരും ഇരുന്ന് കാലുമൊക്കെ കഴുകി. അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ചിങ്ങൻചിറ കറുപ്പുസ്വാമിയുടെ ഒരു ക്ഷേത്രത്തിലോട്ടാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. നല്ലൊരു കൂളിംഗ് സ്ഥലമാണ്. മുഴുവൻ കാടുകളാണ് എങ്കിൽ പോലും നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇവിടെ ബോർഡും ഒക്കെ ഉണ്ട്. ഇവിടെ പല വിധത്തിലുള്ള പ്രാർത്ഥനകളും അതുപോലെ വഴിപാടുകളും ഒക്കെ ആൾക്കാർ നടത്താറുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുണ്ടാകാത്തവർക്ക് ചെറിയ തൊട്ടിലൊക്കെ കൊണ്ട് ഇവിടെ കെട്ടി ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ധാരാളം നായകളൊക്കെ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ എല്ലാവരും കൊടുക്കുന്നുമുണ്ട്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു പ്രദേശം, നല്ലൊരു കാടാണ്. ഒരുപാട് വർഷങ്ങളുള്ള പഴക്കമുള്ള ഒത്തിരി വൃക്ഷങ്ങൾ ഇവിടെ കാണും. അതിനുശേഷം ഞങ്ങൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലോട്ടാണ് പോയത്. അറിയാമല്ലോ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചായക്കട. ചെറിയൊരു ചായക്കടയാണെങ്കിൽ പോലും ഇത് വളരെ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ഒരു ചായക്കടയാണ്. നല്ല ചെറുകടികളും ചായയൊക്കെ നല്ലതായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. പരിപ്പുവടയൊക്കെ നന്നായിട്ട് റെഡി, നല്ല മൊരിഞ്ഞ പരിപ്പുവടയും മൊരിഞ്ഞ ഉഴുന്നുവടയൊക്കെ ഇവിടെ നമ്മൾ കഴിച്ചു. ഇവർ ചെല്ലഞ്ചേട്ടനും ഇതൊക്കെ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഇവിടെയായിരുന്നു ഞങ്ങൾ ജംഗിൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മളതിന് ശേഷം ഇങ്ങനെ നടന്ന് അവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം നന്നായിട്ട് ആസ്വദിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഒരു കാടിനുള്ളിലാണ് ഈ ജംഗിൾ ഫോറസ്റ്റ് ഉള്ളത്. ഇങ്ങനെ മഡ് ഹൗസുകളും ധാരാളം മാവുകൾ, അതുപോലെ തന്നെ ഒത്തിരി ഫ്രൂട്ട്സൊക്കെ ഈ ഒരു ഈ റിസോർട്ടിനകത്തുണ്ടായിരുന്നു. നമുക്ക് പറിച്ചത് കഴിക്കാമായിരുന്നു. ഇത് ഞങ്ങൾ താമസിച്ച് ഇവിടേക്കാണ്. വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ജീവനക്കാരൊക്കെ പറഞ്ഞത്. പക്ഷേ നമുക്കങ്ങനെയുള്ളൊരു ശല്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായിരുന്നു അവിടെ. നല്ലൊരു അന്തരീക്ഷം, നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. പാലക്കാട് മുഴുവൻ കാണണമെങ്കിൽ 2 ദിവസമൊന്നും പോരാ. എങ്കിലും നമ്മൾ 2 ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു. ഈ ഒരു റിസോർട്ടിനകത്തൂടെ നടക്കുന്നത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മാവുകളൊക്കെ ധാരാളം അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും അവർ നട്ട് പരിപാലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം കണ്ടതിന് ശേഷം നമ്മളൊരു വാട്ടർഫോൾസിലോട്ട് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കുറച്ചുകൂടെ കാണാനുണ്ട്. ഇതിനകമെല്ലാം നടന്ന് അതെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പ്രകൃതിയുടെ നല്ലൊരു
ഭംഗി ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ചുറ്റോട് ചുറ്റും മലകളാണ്. ആ മലകൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് കണ്ടോ, അവരത് ഫ്രൂട്ട്സൊക്കെ നല്ലതായിട്ട് നട്ട് പരിപാലിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. പേരമരവും ഇപ്പോഴത്തെ പുതിയ നല്ല നല്ല ഫ്രൂട്ട്സുകളും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. നമുക്കിതൊക്കെ കഴിക്കാനും പറ്റും. നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം നാരങ്ങയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് ആസ്വദിച്ച്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഒരു ജംഗിൾ ഫോറസ്റ്റ്. ഇനി നമ്മൾ ഇതെല്ലാം കണ്ട് അതിനുശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങുകയാണ്. ഇവരുടെ ഒരു ബോർഡ് ഇതായി കയറുന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ജംഗിൾ ഫാം ഹൗസ് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവരതിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് നമുക്ക് വിവരിച്ചു തന്നു. നമ്മൾ ആ ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ട് വശത്തും നിബിഡമായ വനമാണ്. ആ വനത്തിനുള്ളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഫോറസ്റ്റുകാരുടെ ഒരു ഓഫീസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഉള്ള യാത്രയാണ്. ആനയൊക്കെ കുറച്ച് മുമ്പേ നടന്നു പോയ കാൽപ്പാടുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ നമ്മളിങ്ങനെ നടന്ന് ആ ഒരു നടപ്പും ഒക്കെ നല്ലൊരു എനർജി തരുന്ന ഒരു ഇതായിരുന്നു. കാരണം പൊല്യൂഷനൊന്നും ഇല്ലാതെ ആ കാടിൻ്റെ ശാന്തമായ ഇതിലൂടെ നമ്മളിങ്ങനെ ഒരു അരുവി ഉണ്ടായിരുന്നു. അരുവി കടന്ന് വേണം നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ട്. എല്ലാവരും സൂക്ഷിച്ച് തന്നെ അതിലൂടെ തെന്നലൊന്നും ഇല്ലാതെ നടന്നിങ്ങനെ പോവുകയാണ്. മുന്നിലൂടെയൊക്കെ നമ്മളൊരു 10-25 പേര് കൂടുതലടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ടീച്ചേഴ്സൊക്കെ ധാരാളം ഇതിനകത്തുണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. യാത്രാ സഹായി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനോടൊപ്പമാണ് നമ്മൾ ഈ യാത്ര ചെയ്തത്. പാറയുടെ മുകളിലൂടെയൊക്കെയുള്ളൊരു യാത്ര കുറച്ചൊരു റിസ്ക് ആയിരുന്നു. എങ്കിലും നമ്മൾ വളരെ സൂക്ഷിച്ച് അതിലൂടെ നടന്ന് അരുവിയുടെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. അരുവിയിൽ എവിടെ നിന്നാലും കാണാം. എത്ര മനോഹരമായ ഒരു പ്രദേശത്താകുമ്പോഴത്തേക്കും വിവിധവനമാണ്. വിവിധവനം നമുക്കറിയാം, ആനയുണ്ട് ഇവിടെ, ധാരാളം വന്യജീവികളൊക്കെ ഉള്ളൊരു നല്ല സ്പേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോവാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ആസ്വദിക്കാം. നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ നല്ല തണുത്ത വെള്ളത്തിൽ എല്ലാവരും കുളിച്ച് നല്ല ഫ്രഷായി തിരിച്ച് നമ്മൾ ആ അരുവി കടന്ന് വീണ്ടും നമ്മൾ പോവുകയാണ്. ഒത്തിരി വെള്ളമുള്ള സമയത്തൊന്നും ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ അനുവാദമില്ല. കാരണം ഭയങ്കരമായിട്ട് വെള്ളമാണെങ്കിൽ അവിടെയൊക്കെ അപകട സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്. ഞങ്ങൾ പോയ സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയത്. പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും റിസോർട്ടിലോട്ട് വന്നു. നമ്മൾ വീണ്ടും ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മൾ വണ്ടിയെ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. ജംഗിൾ ഫാം ഹൗസിൻ്റെ തന്നെ ഒരു ഹോട്ടൽ തന്നെയാണ്, അയ്യപ്പൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലോട്ടാണ് നമ്മൾ പോയത്. വളരെ ചെറിയ രൂപയ്ക്ക് നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നൊരു കടയാണിത്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ എന്തെല്ലാം ഫുഡുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. വീണ്ടും മനോഹരമായ കാടും മലകളും ഒക്കെയുള്ളൊരു സ്ഥലത്തോട്ട് തന്നെയാണ് നമ്മൾ പോയത്. ചില്ലിയാർ ഡാം എന്നൊരു സ്ഥലത്തോട്ടാണ് പോയത്. ഡാം കാണാനായിട്ട് നമ്മൾ പോയി. നോക്കുക, ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാം. വീഡിയോ കാണുന്നതിലും നല്ലതാണ് നമ്മൾ നേരിട്ട് കാണുമ്പം. രണ്ട് മലകൾക്കിടയിലുള്ള ആ ഒരു ഡാം കാണാൻ വളരെ മനോഹരമായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. അവിടെയൊക്കെ ധാരാളം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോകുന്നൊരു കാഴ്ചയാണ്. ബസ്സിനുള്ളിലിരുന്ന് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാം വീണ്ടും വിശദമായിട്ട് കാണാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് നന്നായിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഫ്രഷാകും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ യാത്രകളൊക്കെ പോവുക, നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുക. പാലക്കാട് കാണേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മായ.